ആധിപത്യത്തിന്റെയും ആഡംബരത്തിന്റെയും കുയിലോത്തുകാരായ സമൂഹ മനസ്സാക്ഷിയിൽ എളിപ്പരായ കാന്തകൂടാരത്തിന്റെയും സ്വപ്നജീവികളുടെയും കെട്ടുകഥകൾ സവിസ്തരം തുറന്നുകാട്ടിക്കൊണ്ട് വർഷങ്ങളോളം കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ വിഘടിത പ്രവർത്തന വേദിയിൽ പ്രോജ്വലിച്ച് അവസാനം പുണ്യസമസ്തയുടെ ശാന്തല തീരത്തേക്കണഞ്ഞ ഹസൻ സഖാഫി പൂക്കോട്ടൂർ ഇസ്രായേൽ ചിഹ്നമില്ലാത്ത പാനപാത്രമായ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സുന്നി യുവജന സംഘത്തിന്റെ പൈതൃക യാത്രയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് നാം അതിനെ ആശീർവദിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നേതാക്കൾക്കൊക്കെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് നയിക്കുന്ന ശ്രദ്ധേയമായ പൈതൃക സന്ദേശയാത്രയാണ് തിരുവനന്തപുരത്തിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ തിരൂരിൽ ഇന്നത്തെ സമാപന പരിപാടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നേതാക്കൾക്ക് കരുത്തും ഹിമ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. الله رب العزة അവൻ പൊരുത്തപ്പെടുന്ന സദസ്സിൽ ഈ സദസ്സിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു ഈ സദസ്സിലൂടെ പുറത്തു തരുമാറാവട്ടെ. ഈമാനും തഖ്വയും ഇഖ്ലാസും അല്ലാഹു അധികരിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹുവെ ദുആ ചെയ്യണമെന്ന് നിരവധി ആളുകൾ പറയാറുണ്ട്. അവരുടെയും ഞങ്ങളുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരാകുന്ന ഉസ്താദുമാരെ, നാട്ടിലെ കാരണവന്മാരെ, രക്ഷിതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, മാന്യ സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയം ആവശ്യത്തിന് മാത്രം ബഹുമാനപ്പെട്ട സലീം നദവിയും ബഹുമാനപ്പെട്ട ദില്ലി സഖാഫിയും ഒക്കെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതേസമയം സംഘടനാപരമായി ഈ ഒരു സദസ്സിനെ അനിവാര്യമായി കേൾപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മിനിറ്റുകളെ കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നദവി ഇവിടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്ക്, ഈ ഒരു സമ്മേളനത്തിന്റെ സന്ദേശമായിരുന്നു ആ വാക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ, ഈ കുറ്റിപ്പാലയിൽ ഉള്ള ആളുകൾ തന്നെ എനിക്ക് പരിചയമുള്ള ആളുകൾ, അവരുടെയൊന്നും മനസ്സിനകത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മറുഭാഗത്തുള്ള ആളുകളെ എത്ര ആദരിച്ച് അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നല്ല അവർ ആ കാര്യങ്ങളൊന്നും പറയുന്നത്. സംഘടനാപരമായി ഒരു മതിൽക്കെട്ട് വന്നതോടുകൂടി സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ
മധ്യത്തിലൂടെ കടന്നു വന്ന് ഈ ഒരു അനൈക്യത്തിന്റെ വൻമതിൽ ഉണ്ടാക്കി തീർത്ത ചില ദുരഭിമാന ചിന്തകളാണ് അവരെ ഇപ്പോൾ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുനാക്ക് പഴിച്ചിട്ടില്ല എന്ന് അവർക്കിപ്പോൾ അറിയാം. ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് പിഴച്ചിട്ടില്ല എന്ന് AP വിഭാഗത്തിൽപ്പെട്ട അവർക്ക് ഇപ്പോൾ അറിയാം. റഈസുൽ ഉലമായി കാളമ്പാടി ഉസ്താദിനെ പിഴവ് പറ്റിയിട്ടില്ല എന്നത് അവർക്കറിയാം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ സയ്യിദാകുന്ന മഹാനാകുന്ന പണ്ഡിതന് ഒരു പിഴവും പറ്റിയിട്ടില്ല എന്നവർക്കറിയാം. അതേ സമയത്ത് അവർ ഇപ്പോൾ സ്വകാര്യതയിൽ ഇരുന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അവർ സ്വകാര്യതയിൽ ഇരുന്ന് അവർ സ്വന്തമായി ആലോചിക്കുന്നുണ്ട്. പടച്ചവനെ ശിഹാബ് തങ്ങൾ മാസമുറപ്പിച്ചിട്ട് അത് സ്വീകരിക്കാതെ അതിന് എതിരായിക്കൊണ്ട് മറ്റൊരാൾ മാസമുറപ്പിച്ചപ്പോ നമ്മുടെ കാലിയായതിന്റെ പേരിൽ ഒന്നുമല്ല സംഘടനാപരമായി അതിന്റെ പിന്നിൽ കൂടിയിട്ട് റമദാനെയും ശവ്വാലിനെയും മുഅ്മിനീങ്ങൾക്കൊപ്പം നമുക്ക് ആഘോഷിക്കാൻ കഴിയാതെ പോയല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ സമയത്ത് അവർ പറയില്ല ശിഹാബ് തങ്ങൾ പിഴച്ചു എന്ന് പറയില്ല, കണ്ണിയത്ത് ഉസ്താദിന് പിഴവ് പറ്റിയെന്ന് അവർ പറയൂല. പിന്നെ എന്തുകൊണ്ട് അവർ സത്യം തുറന്നു പറയുന്നില്ല എന്നത് അതാണ് നദ്വി ഉസ്താദ് അവർകൾ ഇവിടെ സംസാരത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്. സ്വന്തക്കാരെ, കുടുംബക്കാരെ, അവരുടെ പരിചയക്കാരെ, അവരുടെ ചില കൂട്ടുകാരെ അവരെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുവാനോ അംബിയാഇനെ തൃപ്തിപ്പെടുത്തുവാനോ ഔലിയാഇനെ തൃപ്തിപ്പെടുത്തുവാനോ കഴിയുന്നില്ല. അതൊരു ദുരഭിമാനമാണ്. ഞാൻ എങ്ങനെ ഇനി തിരിച്ചു പറയും? ഞാൻ അവരോടൊക്കെ പറയുന്നത് ഈ ഒരു സമ്മേളനം ഒരു വാശിക്ക് വേണ്ടി നടത്തുന്നതല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കാപ്പട്യമില്ലാതെ കലർപ്പില്ലാത്ത ആത്മീയതയോടെ റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ ഒരേ ഒരു വിചാരം, ഒരാളെയും ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരത്തിലേക്ക് ഞാൻ വരുന്നില്ല, ഒരാളെയും ആക്ഷേപിക്കണം എന്നത് എന്റെ മനസ്സിലില്ല. പക്ഷേ ഈ നാട്ടിൽ പെട്ടുപോയ SSFന്റെ പ്രവർത്തകന്മാർ, SSFന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് പ്രസംഗിച്ചു പോയത്. നിങ്ങൾ മനസ്സിലാക്കണം. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന റിസാല വാരിക എന്ന് പറഞ്ഞാൽ SSFകാരന്റെ മനസ്സിലെ വികാരമാണത്. ഒരു ഡയറി വരെ പോക്കറ്റിൽ സൂക്ഷിക്കുമ്പോൾ അത് റിസാലയുടേതാവണമെന്ന് പറയാറുണ്ടെങ്കിൽ ആ റിസാലയുടെ എഡിറ്ററായിരുന്ന പ്രിയപ്പെട്ട സലീം നദ്വി വെള്ളിയമ്പ്രയാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചു പോയത്. നിങ്ങൾ ആലോചിച്ചു. നാം ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കല്ല. ഈ ദിവസം ഞാൻ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ നിങ്ങൾ പറയും ഇന്നലെ നമ്മോട് സംസാരിച്ച ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും എന്ന വിചാരം എന്റെ കൽബിലേക്ക് വരേണ്ടതുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യുഖാലു ഫീ കുല്ലി യൗം, ഓരോ ദിവസത്തിലും ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുകയാണ്, വിളിച്ചു പറയപ്പെടുന്നുണ്ട്, മാത ഫുലാനുൻ വഫുലാൻ, ഇന്നാലിന്ന ആള് മരിച്ചിരിക്കുന്നു എന്ന് പറയാറില്ലേ? എന്നാൽ ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചിന്തിക്കുന്നത് വലാ ബുദ്ദ മിൻ യൗമി യുഖാലു ഫീഹി മാത ഉമർ, ഉമർ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദിവസം വരുമല്ലോ എന്ന് ചിന്തിച്ച സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ചിന്തിക്കേണ്ടത് അവിടെയാണ്. എന്റെ മനസ്സിലേക്ക് വരേണ്ടത് ആ ചിന്തകളാണ്. എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, SKSSFന്റെ പ്രവർത്തകന്മാർ, നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ചിന്ത അതാണ്.
ഇവിടുത്തെ കാരണവന്മാരോട്, രക്ഷിതാക്കളോട്, ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിലേക്ക് വരുമ്പോ മറ്റുള്ള ഒരാളെ തൃപ്തിപ്പെടുത്തൽ നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. അല്ലാഹുവിനെ തൃപ്തിപ്പെടാൻ, അല്ലാഹുവിന്റെ അംബിയായിനെ തൃപ്തിപ്പെടുത്താൻ, ശുഹദാഇനെ തൃപ്തിപ്പെടുത്താൻ, ഔലിയായിനെ തൃപ്തിപ്പെടുത്താൻ, മലായിക്കത്തിനെ തൃപ്തിപ്പെടുത്താൻ, മശായിഖുമാരെ തൃപ്തിപ്പെടുത്താൻ നാം പരിശ്രമിക്കുക എന്നല്ലാതെ വലാ തുർദിൽ നാസ ബിഅഖ്വാലികും, ജനങ്ങളെ നിങ്ങൾ വാക്കുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുത്തല്ല. എങ്ങനെ വതുസ്ഖിതു റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനാകുന്ന അല്ലാഹുവിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വാക്ക് പോലും പറയല്ല. ഇത് നിനക്ക് ആഖിറത്തിൽ വലിയ അപകടം ചെയ്യുന്നതാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്തിനാക്കുമാറാവട്ടെ, ഇഖ്ലാസ് വർദ്ധിപ്പിക്കുമാറാവട്ടെ, തഖ്വ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യമതാണ്. ഇതിനു വേണ്ടി പറയുമ്പോൾ നിങ്ങൾ SKSSFന്റെ മെമ്പർഷിപ്പ് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. AP വിഭാഗത്തിൽപ്പെട്ടവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ SKSSFന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്നോ സമസ്ത കേരള ജംഇയ്യത്തിലൂടെ കൊടിപിടിക്കണം എന്നോ അല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്ക് പിന്നീടാവാം. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം മിനിമം ചെയ്യേണ്ടത്, കേരളത്തിൽ നിങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഞാനുമായി ഇപ്പോഴും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രവർത്തകന്മാരാകുന്ന, നിങ്ങളുടെ നേതാക്കന്മാരാകുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കിപ്പോൾ ഒരു പ്രത്യേകമായ വഴിയിലാണ്. ആ വഴി എന്തെന്ന് വെച്ചാൽ, താൽക്കാലികമായി AP വിഭാഗത്തിന്റെ കൂടെയുള്ള ആ സജീവമായ പ്രവർത്തനരംഗത്ത് നിന്ന് അവർ മാറി നിൽക്കുകയാണ്. ഞാൻ പേര് പറയാത്തത് അവർ സ്വകാര്യമായി വെച്ചതിന്റെ പേരിൽ തന്നെയാണ്. പേര് പറഞ്ഞാൽ ഇപ്പോഴും അവരുടെ നേതാവാണ് എന്ന് വരെ അവർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്ന ചില ആളുകൾ വരെ ഈ അടുത്ത ദിവസം പോലും എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകാറില്ല, എന്നാൽ പിന്നെ നാട്ടിൽ എല്ലാവരും ഞാനൊരു AP-കാരനാണ് എന്നൊരു ധാരണ നീങ്ങുന്നത് എന്നല്ലാതെ ഞാൻ അതിലേക്കൊന്നും പോകാറില്ല എന്ന് എന്നോട് തുറന്നു പറയാം. SSFന്റെ ഈ നാട്ടിലെ കുട്ടികൾ ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പോൾ എന്റെ പേര് കേൾക്കുമ്പോൾ ദേഷ്യമില്ലേ വരുന്നത്? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പല്ലേ വരുന്നത്? എന്നെക്കുറിച്ച് നിങ്ങളൊക്കെ നിങ്ങളെ നാവ് കൊണ്ട് നടത്തുന്ന പദപ്രയോഗങ്ങൾ വളരെ മോശമായിട്ട് തന്നെയാണല്ലോ. ഒന്നും എനിക്ക് വശമല്ല. ഞാൻ അതിന് നിങ്ങളോട് ഒരിക്കലും ദേഷ്യപ്പെടൂല. ഞാൻ പൊരുത്തപ്പെടാതിരിക്കുന്ന പ്രശ്നമില്ല. ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നെ പലപ്പോഴും ഇന്ന് വരെ ഫോണിൽ വിളിച്ചുകൊണ്ട് തെറി പറഞ്ഞവരുണ്ട്. ഞാൻ ആ പറഞ്ഞ സെക്കൻഡിൽ വെച്ച് അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരൊക്കെ വളരെ വളരെ വിഷമത്തോടെയാണ് നമ്മെ വിളിക്കുന്നത്. നമ്മൾ പിഴച്ചു പോയതാണ്, നമ്മൾ മഹാന്മാരെ ചീത്ത പറയുന്നവരാണ്, വലിയ പള്ളിയും മദ്രസയും യത്തീംഖാനയും ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനല്ലേ AP ഉസ്താദ്, ഈ മനുഷ്യനെതിരായി കഴിഞ്ഞാൽ പിന്നെ എന്നോടെതിരാകാതിരിക്കോ എന്ന് അവർ ചിന്തിച്ചു പോകണം. അതേ സമയത്ത് അവർ കാര്യങ്ങൾ പഠിക്കണം. ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന പല ആളുകളും സഖാഫികളാകുന്ന ആളുകളുണ്ട്, സഴുതിമാരാകുന്ന ആളുകളുണ്ട്, ഭേദങ്ങളൊന്നുമില്ലാതെ നിങ്ങളെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുണ്ട്. പലപ്പോഴും അവർ വിളിച്ച് നാട്ടുവർത്തമാനം, കൂട്ടുകാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ച് അവസാനം അവരൊക്കെ ഫോൺ വെക്കുമ്പോൾ, സഖാഫി നിങ്ങൾക്കൊരുപാട് വേദികൾ, മജ്ലിസുകൾ കിട്ടാറുണ്ടല്ലോ, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വെക്കാറുള്ളത്. ഒരു AP-കാരന് എന്നോട് ദുആ ചെയ്യാൻ പറയാൻ കഴിയൂല. പക്ഷെ അവരൊക്കെ ഇപ്പോഴും AP വിഭാഗക്കാരനാണ് എന്നാണ് അവരുടെയൊക്കെ ധാരണ. ഞാൻ ഈ നാട്ടിലെ കുറ്റിപ്പാലയിലെ ജനങ്ങളോട് പറയട്ടെ, നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങൾ ഇപ്പോൾ പെട്ടുപോയ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒന്ന് അകന്നു നിൽക്കുകയാണ് വേണ്ടത്. എന്തിനു വേണ്ടി? ഒരു പഠനത്തിന് വേണ്ടി. 1989 AP രംഗപ്രവേശനം നടത്തുന്നത് കണ്ണിയത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയന് എതിരായിട്ട്. അങ്ങനെ പഠിക്കുന്നങ്ങൾ അല്ലാഹുവിന്റെ ഔലിയായിൽപ്പെട്ട മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ആ മഹാപണ്ഡിതന് എതിരായി AP പ്രവർത്തന രംഗത്തേക്ക് സജീവമായി വരുന്നത് 89 അന്ന് കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്.
ആ കാലത്ത് തന്നെയാണ് വലിയുല്ലാഹി ശംസുൽ ഉലമായി EK ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുനാക്കെതിരിലും പ്രവർത്തനം ആരംഭിച്ചത്. അതേ സമയത്ത് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മുഖം കണ്ടിരുന്ന സമയത്തൊക്കെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിയിരുന്നു. നമുക്ക് സമാധാനം തന്നിരുന്ന പുഞ്ചിരിക്കുന്ന ആ പൂമുഖം ഇന്ന് ആ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന ഒരു വിരഹ വേദന വരാറുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ നല്ല മനുഷ്യനെ AP നിങ്ങൾ ആക്ഷേപിച്ച് രംഗത്തേക്ക് വന്നത് 1989. അവരൊക്കെ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. 93 മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത്. 96 ശംസുൽ ഉലമാഇ തങ്ങൾ വഫാത്താകുന്നത്. 2010 അടുക്കുമ്പോഴാണ് മഹാനാകുന്ന ശിഹാബ് തങ്ങൾ വഫാത്താകുന്നത്. ഇവരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവരെ ആക്ഷേപിക്കുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും AP ഒരു ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ, സമസ്ത എന്ന പേരിൽ ഒരു പുതിയ സംഘടന ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ പ്രസിഡന്റ് പദവിയിലെത്തി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഒരു സയ്യിദാണ്, ശംസുൽ ഉലമയുടെ ദർസിൽ പഠിച്ച മനുഷ്യനായിരുന്നു. APയുടെ ഒരു കെണിയിൽപ്പെട്ട് അറിയാതെ ആ പാവം അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പലതും അദ്ദേഹം പറയേണ്ടിയൊക്കെ വന്നിട്ട് നമുക്ക് വേദനയുണ്ട്. ഒരു സയ്യിദാണല്ലോ, മുത്തുനബി ഒന്ന് നോക്കിയാൽ മതി, പേരക്കുട്ടിയാണല്ലോ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കാൻ നമ്മളൊന്നും തോൽക്കേണ്ടതൊന്നുമില്ല. എന്നാലും നാം ആ സയ്യിദിനെ ആദരിച്ചുകൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. ഒരാളും പരലോകത്ത് പരാജയപ്പെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അദ്ദേഹത്തെയും ഞങ്ങളെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് ജനറൽ സെക്രട്ടറി എന്ന ശൈലിയിൽ AP നിങ്ങൾ 90 മുതൽ ഒരു പുതിയ സമസ്തയുമായി വന്നില്ലേ? ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ണിയത്തിന്റെ മദ്ഹ് ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ശംസുൽ ഉലമ മഹാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മഹാന്മാരാകുന്ന കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയും ഒക്കെ മാറ്റിവെച്ചിട്ട് ഒരു പുതിയ സമസ്ത നിങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയിട്ടില്ലേ? ഞാനിത് പറയുന്നത് ഇവിടുത്തെ SSFന്റെ പ്രവർത്തകന്മാർ ഇന്നത്തെ ദിവസം രാത്രി വീട്ടിൽ പോയിരുന്നിട്ട്, ഇത് റബീഉൽ ആഖിറാണ്, ഔസുല്ലാദമിന്റെ പേരിൽ നിങ്ങളൊരു ഫാത്തിഹ വീട്ടിൽ പോയിരുന്നിട്ടോ. ഔസുല്ലാദമിനെ കേരളക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച കണ്ണിയത്ത് ഉസ്താദിനും ശംസുലമയും മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ അവരുടെ ഹദ്റത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുക. യാതൊന്നു കാണുവതോ നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതോ നാരായണ സ്തുതിമ, യാതൊന്നു ചൊല്ലുവതോ നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം സ്വീകരിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഔസുൽ അഅ്ലം എന്ന് സൽസബീലിലൂടെ വഹാബികൾ ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ അല്ല, ഖുത്ബുൽ അഖ്താബാണ്, സുൽത്താനുൽ ഔലിയ ആണ്, ശൈഖുൽ മശായിഖാണ് എന്ന് ഈ ഉമ്മത്തിന് പരിചയപ്പെടുത്തി ആവശ്യമുള്ള സ്ഥലത്ത് വാദപ്രതിവാദവും സംവാദവും നടത്തിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും ആത്മീയതയുടെ കരുത്തുറ്റ പാത വിരിച്ചു കൊടുത്ത ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ടായിരിക്കാം മഹാനാകുന്ന ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ന് ആത്മീയ ലോകത്ത് ഏറെ അറിയപ്പെടുന്നത്. ഈ 3 മഹാന്മാരെ പേരിൽ, ഔസുൽ അഅ്ലം, റഈസുൽ മുഹഖഖീൻ, ശംസുൽ ഉലമ, ഈ 3 മഹാന്മാരെ പേരിൽ ഇന്നത്തെ രാത്രിയിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ SSF ഒന്നും രാജിവെക്കണ്ട. AP വിഭാഗം നിങ്ങൾ വിടണ്ട. നിന്നിച്ചിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, സൂക്ഷ്മതയ്ക്ക് എതിരായി ഒന്നുമേ ചെയ്യാതെ ജീവിച്ചുപോയ മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള സമയമാണ്. ഉള്ളാള് തങ്ങളെ പ്രസിഡന്റാണ്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ് എന്ന ശൈലിയിൽ പുതിയ ഒരു സമസ്ത ഉണ്ടാക്കി AP വരുന്നത് 90, 91, 92 കഴിഞ്ഞ് 93 സെപ്റ്റംബർ മാസം 20 കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത് വരെ ആ കണ്ണിയത്തിനും അവരെ മുശാവറയിലേക്ക് എടുത്തിട്ടില്ല, അവരെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിച്ചിട്ടില്ല. ആ കണ്ണിയത്ത് ഉസ്താദുമായി ഒരു ബന്ധവുമില്ലാതെ
കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തന മേഖലയാകുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വലിയ വലിയ മദ്രസകള്, ഇതിന്റെ ഇടയിൽ ഒരു ഇടച്ചുമര് വെച്ചുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ വേദനിപ്പിച്ചു എന്നല്ലാതെ, കണ്ണിയത്ത് ഉസ്താദിനെ ഒന്നാം പ്രതിയാക്കി കേസ് കൊടുത്തു എന്നല്ലാതെ, കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുഷാവറക്കെതിരെ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി എന്നല്ലാതെ, ആ കണ്ണിയത്തിനെ ആദരിക്കാതെയാണല്ലോ നാമൊക്കെ ഇന്ന് ആദരിക്കുന്ന AP ജീവിച്ചത്. എന്തിനായിരുന്നു AP ഉസ്താദ് അങ്ങനെ ജീവിച്ചത് എന്ന്, അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് എന്റെ SSFന്റെ പൊന്നു പ്രവർത്തകന്മാരെ, AP വിഭാഗത്തിൽപ്പെട്ട നല്ലവരാകുന്ന സ്നേഹിതന്മാരെ, ഈ കാര്യം ഇന്നത്തെ രാത്രിയിൽ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. തീരുമാനം എനിക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ പോകാവുന്നതാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെന്നല്ല പറയുന്നത്, അവിടെ നിന്ന് വിടണം എന്നും പറയുന്നില്ല, അവിടെ നിൽക്കണം എന്നും ഞാൻ പറയുന്നില്ല. ഇന്നാ ഹദൈനാഹു സബീല, സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴി ഞാനിവിടെ പറഞ്ഞു തരികയാണ്. ഇമ്മാ ഷാക്കിറ, നന്ദിയുള്ളവനാണെങ്കിൽ നേർമാർഗത്തിലേക്ക് വരുന്നവർ തന്നെയാണ്. വ ഇമ്മാ കഫൂറാ, മുത്തുനബി പറഞ്ഞിട്ട് പോലും അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ടില്ല എങ്കിൽ പിന്നെ ഒന്നുമല്ലാത്ത ഞാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്താണ്? അതൊരു തൗഫീഖാണ്. ആയിരക്കണക്കിന് കാലുള്ള ചേരാട്ടക്ക് ഓടാൻ അള്ള തൗഫീഖ് കൊടുത്തിട്ടില്ല. ഒരു കാലുമില്ലാഞ്ഞിട്ട് മൂർഖം പാമ്പിന് ഓടാളെ തൗഫീഖ് അള്ള കൊടുത്തിട്ടുണ്ട്. അത് റബ്ബിന്റെ തൗഫീഖിന്റെ ഫضലാണ്. അള്ളാഹു നമുക്കും തൗഫീഖിനെ അധികരിപ്പിച്ച് തരുമാറാവട്ടെ. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ആഖിറത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ വേണമെങ്കിൽ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കണം, SKSSF എന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം, സമസ്ത എന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം. എനിക്കതൊന്നും വിഷയമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് 26 മുതലേ സംഘടനാ പ്രവർത്തനമുള്ളൂ. അതിനു മുമ്പ് ഒമ്പർ തങ്ങൾ ഇവിടല്ലേ, മഖ്ദൂമ തങ്ങന്മാരിവിടല്ലേ? സംഘടന ഇല്ലാത്ത കാലത്തും അവർക്ക് ഈമാൻ രക്ഷപ്പെടുകയാണ് വേണ്ടത്. സംഘടനയിൽ നിൽക്കുകയാണെങ്കിലും ഈമാൻ രക്ഷപ്പെടുകയാണ് വേണ്ടത്. സംഘടനാപരമായ വിരോധം നിങ്ങൾ എന്നോട് വെക്കല്ല. AP വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഞാൻ അതിലായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്കറിയാം, നിങ്ങളെ ഉള്ളെനിക്കറിയാം, നിങ്ങളെ വികാരം എനിക്കറിയാം. നിങ്ങൾ മദ്ഹുൻ നബി എന്ന് പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടിയാലും അറിയാതെ നിങ്ങൾ മദ്ഹ് ചെയ്തു പോകൽ AP ആയിരിക്കും. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഔലിയാക്കളായി അറിയപ്പെടുന്ന ഏതൊക്കെ മഹാന്മാർ, കണ്ണിയത്ത് ഉസ്താദ് വെറുത്ത മനുഷ്യൻ, ശംസുൽ ഉലമ വെറുത്ത മനുഷ്യൻ, മഹാനാകുന്ന തിരുപ്പഞ്ചി ഉസ്താദ് വെറുത്ത മനുഷ്യൻ, അരിമ്പ്ര ഉസ്താദ് വെറുത്ത മനുഷ്യൻ, സ്വാലിഹീങ്ങളാകുന്ന ആളുകളൊക്കെ ഒരു വെറുത്ത മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ മദ്ഹ് ചെയ്യേണ്ടി വരുന്നത് അതൊരു ദുർബല സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോവുകയാണത്. ഞാൻ എന്റെ ജീവിതത്തിലെ ചില കാലങ്ങൾ ആലോചിക്കുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. നടത്തിയ പ്രവർത്തനങ്ങൾ, താങ്കൾ ആഹ്വാനം ചെയ്ത പ്രകടനങ്ങൾ, മുദ്രാവാക്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്റെ നാവിൽ നിന്ന് വന്ന ഓരോ വാക്കുകൾ നിങ്ങൾ എഴുതിത്തന്നതാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. പക്ഷേ എന്റെ റബ്ബ് എന്നോട് പുറത്തില്ല എങ്കിൽ ഞാൻ എന്തു ചെയ്യും? എനിക്കതിൽ വേദനയുണ്ട്, എനിക്കതിൽ സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രദേശത്തുള്ള നല്ലവരാകുന്ന SSFന്റെ പ്രവർത്തകന്മാരോട് പറയുന്നത്, മക്കളെ, നമ്മുടെ ആഖിറം നശിപ്പിക്കരുത്. സംഘടനയ്ക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ AP യുടെ കൂടെ പ്രവർത്തിക്കുന്ന കാലം, അന്നത്തെ ക്യാമ്പുകളിൽ, അന്നത്തെ ക്ലാസുകളിൽ
മുസ്ലിം ലീഗിനെ ഏതെല്ലാം വിധത്തിലാണ് ആക്ഷേപിച്ചിരുന്നത്. എന്നിട്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരാണ്, സുന്നത്ത് ജമാഅത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് താത്വികമായി മുസ്ലിം ലീഗ് വന്ന വഴി തന്നെ ശരിയല്ല എന്ന് പറഞ്ഞ് സിറാജ് പത്രത്തിൽ നിരവധി ലേഖനങ്ങൾ എഴുതി. ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. ശിഹാബ് തങ്ങൾക്കതിൽ ധാരാളം ലേഖനം എഴുതി. ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയതോടുകൂടി കേരളത്തിലെ ഇസ്ലാമിന്റെ അധപതനമായിരുന്നു എന്ന് AP നിങ്ങൾ അവതാരികയോടെ എഴുതി പുറത്തിറക്കിയ പുസ്തകത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലീഗിനും പാണക്കാട് തങ്ങന്മാർക്കും ഇതിൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ. ബാങ്ക് മത്സരത്തെക്കുറിച്ച് പറഞ്ഞ് ആക്കിലു റിബ വകാതിബുഹു വശാഹിദുഹു വമൂകിലുഹു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആക്ഷേപിച്ച് മുസ്ലിം ലീഗ് ഇസ്ലാമിക വിരുദ്ധ ചേരിയാണെന്ന് പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വഹാബികളെ എടുത്തു ധരിച്ച് ഇത് ലീഗിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് ആ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ മുഴുവനും തിരുത്തി മാപ്പ് പറഞ്ഞ് തൗബ ചെയ്ത് ഒരു പുതിയ നിലപാടിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അതേ സമയത്ത് ഇപ്പോൾ നിയമസഭയിൽ 20 സീറ്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന് ഉണ്ടെങ്കിൽ അതിൽ 2 സീറ്റ് ലീഗിന് അവകാശപ്പെട്ടതുള്ളൂ. ബാക്കി മുസ്ലിം ലീഗിന് 18 സീറ്റും വാങ്ങിക്കൊടുത്തത് AP പറയുന്നു ഞാനാണ്. ഇല്ലേ? പറയുന്നില്ലേ? SSFന്റെ പ്രവർത്തകന്മാരെ നമ്മുടെ തലച്ചോറിൽ വെള്ളം പറ്റിയിട്ടില്ല. നമ്മൾ ആലോചിക്കണം. മുസ്ലിം ലീഗ് തെറ്റ് തിരുത്തിയതിന്റെ പേരിലാണോ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ തുടങ്ങിയത്? മുസ്ലിം ലീഗിനെ അനുകൂലിക്കാൻ തുടങ്ങിയത്? നിങ്ങൾ പറ. സൗഹൃദ വേദിയിൽ പോലും ഒന്നിച്ചിരിക്കാൻ അവസരം കൊടുക്കാതെ, നോമ്പ് തുറക്കുന്ന വേദിയിൽ പോലും ഒന്നിച്ചിരിക്കാൻ അവസരം കൊടുക്കാതെ, ഒരു പൊതുവിഷയം ശരീഅത്ത് പ്രശ്നം പോലത്തെ ചില കാര്യങ്ങൾ രംഗത്തേക്ക് വന്നപ്പോ ശംസുൽ ഉലമാഇ തങ്ങൾ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിന്റെ കൂടെ, അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ കൂടെ, മുജാഹിദുൽ ഇസ്ലാമിന്റെ കൂടെ, സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളെ കൂടെ, അങ്ങനെ പലരുടെയും കൂടെ മുതലക്കുളത്ത് വേദി പങ്കിട്ടപ്പോൾ ആ പങ്കിട്ടതിന് വരെ ആക്ഷേപിച്ചിട്ട് ഒരു മുജാഹിദിന്റെയും കൂടെ വേദി പങ്കിടണ്ട, ഒരു ബിദ്അത്തുകാരന്റെയും കൂടെ പൊതുകാര്യമാണെങ്കിൽ നമുക്ക് പങ്കിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ആളുകൾ ഇന്ന് ധാരാളമായി ഐക്യവേദികളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അന്നത്തെ ആ ഒരു നല്ല നിലപാട് സമസ്ത സ്വീകരിച്ചപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞത് ഒരു പുതിയ സംഘടന ഉണ്ടാക്കാനാണെങ്കിൽ ഇന്നത് വേണം എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ? ഞാൻ ഈ പറയുന്നത് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയാണ്. നേരത്തെ സമസ്തയിൽ പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങളോടല്ല, പക്ഷേ നാം കൂട്ടായി പറയുമ്പോൾ ഇതിന്റെ ഒരു ബറക്കത്ത് കൊണ്ട് അല്ലാഹു മറ്റുള്ളവർക്ക് തൗഫീഖ് കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ സംസാരം ചുരുക്കുകയാണ്. ഈ ഒരു വിഷയം സാധാരണക്കാരാകുന്ന ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ് ആളുകൾ കൂടൊഴിഞ്ഞു പോകുമ്പോൾ 3 ദിവസം മുമ്പ് നിങ്ങളുടെ നേതാക്കന്മാർ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോർ കമ്മിറ്റി കൂടിയിരുന്നു ഇല്ലേ? ആരാണ് എനിക്കത് പറഞ്ഞു തന്നത് എന്നത് നിങ്ങൾ ആലോചിക്കേണ്ട. അത്രയും അതീവ സ്വകാര്യമായ യോഗമായിരുന്നു. ആ യോഗത്തിൽ നിങ്ങൾ എഴുതി തയ്യാറാക്കിയ നിങ്ങളെടുത്ത മുഴുവൻ തീരുമാനങ്ങളും എനിക്കറിയാം. പറഞ്ഞു തരാൻ നിങ്ങളെ കൂട്ടത്തിൽ ആളുകളുണ്ട്. അവർ ഇതിലൊക്കെ വേദനിച്ചുകൊണ്ട് മറ്റൊരു മാർഗമില്ലാതെ അവിടെ തന്നെ കൂടി നിൽക്കുമ്പോൾ അവർ പിന്നെ ചില സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ ചർച്ചയിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി സംവാദങ്ങളിൽ നിന്ന്, ആശയപ്രചരണങ്ങളിൽ നിന്ന്, സുന്നത്ത് ജമാഅത്ത് പറയുന്നതിൽ നിന്ന് നാം പിറകോട്ട് പോവുകയും EK വിഭാഗം വളരെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ചർച്ച നിങ്ങൾ നടത്തിയില്ലേ? പൊന്മള അബ്ദുൽ ഖാദിർ മൗലവി അടക്കമുള്ള ചില ആളുകൾ എഴുതിയ പുസ്തകങ്ങളും നിങ്ങളുടെ മുഷാവറ എന്ന് പറയുന്ന ആ സഭ എടുത്ത തീരുമാനങ്ങളും കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ നിങ്ങളെടുത്ത പല തീരുമാനങ്ങളിൽ വന്ന പാളിച്ചകൾ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ നിലപാടുകളെയും ഈ പുസ്തകങ്ങളെയും വായിച്ചുകൊണ്ട് വേണ്ടത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക തന്നെ വേണം എന്നൊരവസ്ഥയിലേക്ക് ചർച്ച വന്നപ്പോൾ പരിശോധിക്കാൻ ഒരു സ്ക്രൂട്ടിനി കമ്മിറ്റി കഴിഞ്ഞ ദിവസം നിങ്ങൾ ഉണ്ടാക്കിയില്ലേ?
അത് നിങ്ങളെ പ്രവർത്തകന്മാർ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. 3 ദിവസം മുമ്പ് ചേർന്ന ആ യോഗത്തിൽ എന്താണ് സഖാഫികൾക്ക് ഈ മാറ്റം എന്നത് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇവിടെ ഒരിക്കലും അഹങ്കാരത്തിന്റെയോ ഒരു വാശിയുടെ ശൈലിയിലേക്ക് പോകല്ല. വളരെ ഒറ്റക്കെട്ടായി നമുക്ക് പോകാമല്ലോ. ഏത് പിഴച്ചവരാണെങ്കിലും തൗബ ചെയ്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് പ്രശ്നമുണ്ടോ? മഹാനാകുന്ന സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഇന്നും നമുക്ക് ഉഹുദിൽ ചെന്നു കഴിഞ്ഞാൽ ആ കമ്പിവേലികൾക്ക് സമീപത്ത് നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹുവിന്റെ ഖബർ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പടക്കൂലേ? ആ ഹംസ റളിയല്ലാഹു തന്നെ കൊലപ്പെടുത്തിയ വഹ്ശി റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുത്തിട്ടില്ലേ? അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലേ? ഇവിടെ സമസ്ത ഒന്നായി പോകേണ്ടതുണ്ട്. സുന്നികൾ ഒന്നായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ആ ഒരു അന്തരീക്ഷം കേരളത്തിൽ വരേണ്ടതുണ്ട്. ഇവിടെ അണ്ടിയാണോ മാങ്ങയാണോ മൂത്തത് എന്നുള്ള ഒരു അധികാര പ്രശ്നം ഇവിടെ വരുന്നില്ല. അധികാര പ്രശ്നം ഇവിടെ വരുന്നില്ല. ഇവിടുത്തെ പണ്ഡിതന്മാരെ നിങ്ങൾക്കറിയില്ലേ? കാളമ്പാടി ഉസ്താദിനെ സമസ്തന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ മഹാനാകുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരാണ് പറയുന്നത്, കാളമ്പാടി ഉസ്താദാവട്ടെ ഇനി സമസ്തന്റെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, മുത്തുമോനായിപ്പോയി ആ വാക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിരുന്നു. അഥവാ ഉമർ അലി ശിഹാബ് തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മറുത്തു പറയാൻ കഴിയാത്തതുകൊണ്ട് എന്നിട്ട് പ്രസിഡന്റ് പദവിയിലേക്ക് കാളമ്പാടി ഉസ്താദിന്റെ പേരിട്ട് പറഞ്ഞു. മറ്റുള്ള ആലിമീങ്ങൾ തക്ബീർ ചൊല്ലിയപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായി. ഇങ്ങനത്തെ പണ്ഡിതന്മാരാ ഇവിടെയുള്ളത്. ഇങ്ങനത്തെ പണ്ഡിതന്മാരാ ഇവിടെയുള്ളത്. ഇവിടെ അധികാരത്തിന്റെയും അവകാശത്തിന്റെയും ഭാഗങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതേ സമയത്ത് എന്നാൽ ഇനി മുതൽ നമുക്ക് ഒന്നായി പോകാം എന്ന ഒരു വാക്കുകൊണ്ട് ഒന്നാകുന്നതല്ല. ഇത് ദീനാണ്. ദീനാകുമ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ താൽക്കാലികമായി നമുക്ക് 2 കൊടിയും ഒന്നാക്കിയിട്ട് അതിലെ കളർ മാറ്റി ഇതിലെ കളർ മാറ്റി അതിലെ കളർ എന്ന് പറഞ്ഞിട്ട് കൊടി ഒന്നാക്കുന്നത് പോലെ നമുക്ക് ഒന്നിക്കാൻ പറ്റിയ ഒന്നല്ല. ദീനാകുമ്പോൾ അതിന് അതിൻ്റെതായ ചില വഴികളുണ്ട്. എല്ലാവരും ആക്ഷേപിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരും ആലോചിച്ചിരുന്നു ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ. അവസാനം അന്വേഷിച്ചു, എനിക്ക് തൗബയുണ്ടോ, ഇബ്ലീസ് തൗബ ഉണ്ടോ എന്ന് അന്വേഷിച്ചത് ആരോടാണ്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടാണ്. മൂസ നബി പറഞ്ഞു, ഇതൊരു ചെറിയ വിഷയമല്ല, വലിയ വിഷയമാ. ആദരിക്കേണ്ടവരെ ആദരിക്കാത്തതിന്റെ പേരിൽ പുറത്തുപോയതാ. കണ്ണിയത്ത് ഉസ്താദ് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ചെയ്തപ്പോൾ മഹാനാകുന്ന ശംസുൽ ഉലമയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ മുഷാവറയുടെ തീരുമാനം അംഗീകരിക്കാതെ മുന്നോട്ട് പോയപ്പോ ആദരണീയരാകുന്ന ഉലമായിനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ, ആദരവ് നിലനിർത്താത്തതിന്റെ പേരിലല്ലേ 6 പേരെ പുറത്താക്കിയിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ ഇബ്ലീസിനോട്, ഇബ്ലീസേ നിന്നെ പുറത്താക്കിയത് നിസാര കാര്യത്തിനല്ല, തഅ്ലീമ മാ അല്ലമല്ലാഹ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാൻ കഴിയാത്തതിന്റെ പേരിലല്ലേ, വേറെ ഒന്നിന്റെ പേരിൽ അള്ളാനെ ചീത്ത പറഞ്ഞിട്ടാണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ചതിനെ ആദരിക്കാതിന്റെ പേരിൽ ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം എന്ന് പറഞ്ഞ് പുറത്താക്കിയതാണ്. ഇതിൽ നിന്നൊരു തൗബ ഉണ്ടോ ഇല്ലേ അള്ളാഹിനോട് ചോദിച്ചു വിട്ടുവേണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂരിസിന പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ കാത്തിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചിരുന്നു, ഇബ്ലീസിന് തൗബ ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. അല്ലാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട്, തൗബ ഉണ്ട്, എല്ലാവർക്കും തൗബ ഉണ്ടല്ലോ. ഒരാളോടും എനിക്ക് വെറുപ്പുണ്ടായിട്ട് ചെയ്തതല്ലല്ലോ, ഞാൻ ആദരിച്ചതിനെ ആദരിക്കാത്തതിന്റെ പേരിലല്ലേ
ഇനിയും ആദരിക്കാൻ തയ്യാറുണ്ടോ? അന്ന് ചെയ്യാൻ പറഞ്ഞ സുജൂദ് ചെയ്തില്ല എങ്കിൽ ഇന്ന് സുജൂദ് ചെയ്യാൻ ഖബറിങ്ങ പോയിട്ട് ചെയ്യാൻ തയ്യാറുണ്ടോ? ഞാൻ തൗബ സ്വീകരിക്കാമെന്ന് റബ്ബ് തആല പറയുമ്പോ ജീവിതകാലത്ത് തന്നെ ആ ബഹുമാനം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹലോ, മൈക്ക് പോയി. മരിച്ചിട്ടാണോ എന്നാൽ അല്ലാഹുവിന്റെ ദീനെന്ന് നമുക്കറിയാവുന്ന ആളുകൾ വിശുദ്ധ നിരാദരിക്കപ്പെടേണ്ട വസ്തുക്കളുണ്ട്. പക്ഷേ ആദരിക്കപ്പെടേണ്ട പാത്രങ്ങളെയും ആദരിക്കപ്പെടേണ്ട വസ്തുക്കളെയുമൊക്കെ അനാദരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ജൂതന്മാരാകുന്ന ആളുകൾ ഇവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ താങ്കൾ പെട്ടുപോകാൻ പാടില്ല. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ സദസ്സൊന്ന് എഴുന്നേറ്റ് നിൽക്ക്. ഒരൊറ്റ കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോ. ഇന്നത്തെ ഈ ദിവസം നമുക്ക് പാഴാവാൻ പാടില്ല. ഇത് ഈ നാട്ടിൽ വെളിച്ചം വിതറാനുള്ള പരിശുദ്ധമായ ഒരു സന്ദേശമാണ്, സമ്മേളനമാണ്. എല്ലാവരും അടുത്തേക്ക് വാ. ആ കസേരൊന്നും വേണ്ട, ഇനി അടുത്തേക്ക് വാ. ദൂരെ നിൽക്കുന്നവർ, റോട്ടിൽ നിൽക്കുന്നവർ, റോഡിനപ്പുറത്ത് നിൽക്കുന്നവർ ഒക്കെ വാ. ഇത് റബീഉൽ ആഖിറാണ്. വസുല്ലാദമിന്റെ പേരിൽ, ഷെയ്ഖ് റിഫാഴി തങ്ങളുടെ പേരിലൊക്കെ നമുക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്തു പോകാം ഇൻഷാ അല്ലാഹ്. ഇത്ര ആളുകൾ ഒന്നിച്ചിരുന്ന് കൂട്ടായി മഹാന്മാരെ ഹദ്റത്തിലേക്ക് ആ കസേരകൾ നീക്കിയിട്ടടി. നിങ്ങൾ നേരെ അടുത്തേക്കൂടെ പോരി. ആഫിയത്തുള്ള ചെറുപ്പക്കാർ കസേര അട്ടിട്ടാൽ മതി, എന്നാ പ്രശ്നമല്ല. ഒന്ന് അടുത്തേക്കൂടെ പോരി, ഒന്ന് അടുത്തേക്ക്. എല്ലാവരും റോട്ടിനപ്പുറത്തുള്ളവരൊക്കെ വാ. നമുക്കിന്നൊരു കാര്യം തീരുമാനിക്കണം. നാം ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകിയാൽ മാത്രമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ദീനിന്റെ ഈ വെളിച്ചത്തിലേക്ക്, ഇരുളിൽ നിന്ന് പരിശുദ്ധമായ പ്രകാശത്തിലേക്ക് എല്ലാവർക്കും വരാൻ കഴിയുമോ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സേവനം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് അവർ നമ്മെ പറ്റി പറയുന്നുണ്ട്, നാം ഭീകരവാദികളാണ്, നാം കൊലപാതകം നടത്തുന്നവരാണ്, നിരവധി ആളുകൾ നാം കൊല ചെയ്തിട്ടുണ്ട് എന്നവർ പറയുന്നില്ലേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരാണ് നേതൃത്വം നൽകിയത്? ആളെപ്പറ. ചേളാരി സമസ്ത കൊലപാതകം നടത്തു എന്ന് പറഞ്ഞു പോകല്ല. ഇവിടുത്തെ കൊലപാതകത്തിന്റെ ഓരോ ലിസ്റ്റും വായിക്കും. ആരാ നേതൃത്വം നൽകിയത് എന്ന് പറ. ഒരു കാലത്ത് മുസ്ലിം ലീഗുകാർ കൊല ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ്, ഈ കൊല ചെയ്യല്ല എന്ന് പറയരുതെന്ന് പറഞ്ഞ് ശിഹാബ് തങ്ങൾക്കെതിരെ പറഞ്ഞിരുന്നു, ഇല്ലേ? അന്ന് ശിഹാബ് തങ്ങളായിരുന്നു ഈ കൊലപാതകത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവർ ചെയ്യുന്നതോ മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തിന് പണ്ടുപേരുള്ള പറ്റം ആളുകളെ തന്റെ കൂടെ നിർത്തിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഒരു ലീഗ് വിരുദ്ധ സമസ്ത ഇവിടെ ഉണ്ടാവണം എന്നത് അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. അത് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ലീഗിനെ നന്നായി ആക്ഷേപിച്ചു. അങ്ങനെ മുസ്ലിം ലീഗിനെതിരിൽ ധാരാളം ലീഗ് സമസ്ത നമ്മുടെ പേരിൽ പറയാം, ലീഗുകാരാണ് മാസർപ്പിക്കുന്നത് പറയാം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും അംഗീകരിക്കണം എന്ന് പറഞ്ഞ് മദ്രസ മുഅല്ലിമീങ്ങൾക്ക് ചേളാരി ഓഫീസിൽ നിന്ന് ഒരു സർക്കുലർ പോയി, ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ. ഇത് ഒപ്പിട്ട് കൊടുക്കാനാ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അച്യുതാനന്ദനെയോ അല്ലെങ്കിൽ അരവിന്ദാക്ഷ മേനോനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരാൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഒപ്പിടാനല്ല. അല്ലാഹുവിന്റെ ഔലിയായിൽപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പ്രസിഡന്റായിക്കൊണ്ട്, ശംസുൽ ഉലമയെ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് ഞാൻ അർപ്പിച്ചു കൊടുക്കുന്ന ആലിമീങ്ങൾ മുഅല്ലിമീങ്ങൾ അവർ ഒപ്പിടണം എന്ന ഒരു കത്ത് ചേളാരി ഓഫീസിൽ നിന്ന് പോയപ്പോ സിറാജിൽ എഴുതിയ എന്താ അറിയാം?
ലീഗ് ഓഫീസിൽ നിന്ന് എഴുതി തയ്യാറാക്കി ചേളാരി ഓഫീസിൽ നിന്ന് പോസ്റ്റ് ചെയ്ത കത്ത് അന്ന് സിറാജ് അങ്ങനെ എഴുതി. അങ്ങനെ സമസ്ത ചെയ്യുന്നത് മുഴുവനും ലീഗ് ചെയ്യിപ്പിക്കുന്നതാണ്, ലീഗിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ച് സമസ്തയെ രണ്ടാക്കാൻ ശ്രമിച്ചു. ആ രംഗത്ത് അദ്ദേഹം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ഇനി അദ്ദേഹം തീരുമാനിക്കുന്നത് ലീഗിനെ ആക്ഷേപിക്കുന്നതിന് പകരം സമസ്തയെ നന്നായി ആക്ഷേപിക്കാം. സമസ്തയെ ആക്ഷേപിച്ച് സമസ്ത കൊല ചെയ്യുന്നവരാണ്, സമസ്ത കൊള്ള ചെയ്യുന്നവരാണ്, സമസ്ത നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്ന് വരുത്തി തീർത്ത് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സമസ്തക്കൊപ്പം നിൽക്കുന്ന കുറച്ച് ലീഗുകാരും ഇയാൾക്കൊപ്പം നിൽക്കുന്ന കുറച്ച് ലീഗുകാരും എന്നവസ്ഥയിലാക്കിയിട്ട് സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കാൻ മുമ്പ് ലീഗ് വിരുദ്ധ സമസ്ത ഉണ്ടാക്കിയതുപോലെ ലീഗിനെ പിളർക്കലാണ് അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം. ഇത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇസ്രായേലാണ്, ജൂതന്മാരാണ്. ജൂതന്മാരിൽ ഒരു വിഭാഗത്തിന്റെ പണി അവർ ഹദീസ് ഗ്രന്ഥങ്ങൾ മുമ്പിൽ വെച്ച്, കിതാബുകൾ മുമ്പിൽ വെച്ച് ദീനിനെ കുറിച്ച് പഠിച്ചിട്ട് അതെങ്ങനെ പൊളിക്കാൻ കഴിയും എന്നാണ് നോക്കുന്നത്. അവിടെ ഇസ്രായേൽ പണ്ഡിതന്മാർ, ജൂത പണ്ഡിതന്മാർ, ജൂതായുസത്തിന്റെ ആളുകൾ, സയനിസ്റ്റിന്റെ ആളുകൾ, ഈ പരിശുദ്ധ ദീനിന്റെ ശത്രുക്കളാകുന്ന ആളുകൾ കണ്ടെത്തിയ ഒരു വാക്കുണ്ട്. ദീനിന്റെ അന്തസ് നിലനിൽക്കുന്നത് ഇവിടെ രണ്ട് വിഭാഗം ഇവിടെ ഐക്യത്തോടെ നിൽക്കുമ്പോഴാണ്. അത് അൽ ഉലമാഉ വൽ ഉമറാ. ഉലമാ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിയാൻ വേണ്ടി പല സമസ്തക്കുള്ള ജമിയത്ത് ഉലമ അല്ലേ? സമസ്ത അവിടെ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ദീനിന്റെ ഇജ്ജത്ത് എത്രയാണ്. ഉമറാ എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് തിരിയാൻ വേണ്ടി പറയാം മുസ്ലിം ലീഗ്, നാട്ടിലെ കാരണവന്മാർ, രക്ഷിതാക്കൾ. ഈ നാട്ടിലെ മനുഷ്യന്മാരെ മുഴുവനും രാഷ്ട്രീയമായി സംഘടിച്ച് ബാഫക്കി തങ്ങൾക്കൊപ്പം, ശിഹാബ് തങ്ങൾക്കൊപ്പം, ചാപ്പനങ്ങാടി മൂലപ്പാപ്പാന്റെ കൂടെ അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ഉമറാക്കളാകുന്ന ആളുകൾ ഇവരും ഒറ്റക്കെട്ടായി നിന്നാൽ, ഈ ഉലമാവും ഈ ഉമറാവും ഒന്നിച്ചു നിന്നാൽ ദീൻ ഇവിടെ ശക്തിപ്പെടും. അതുകൊണ്ട് ഉലമാഇനെ ഭിന്നിപ്പിക്കാൻ ജൂതന്മാർ APയെ വിലക്കെടുക്കുകയാണ്. ഉമറായിനെ ഭിന്നിപ്പിക്കാൻ ജൂതന്മാർ ഇവിടെ APയെ വിലക്കെടുക്കുകയാണ്. എന്നിട്ട് ജൂതന്മാരെ കയ്യിലെ കളിപ്പാവയായി ഈ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൊണ്ടുവന്ന പാത്രത്തിനുള്ളിൽ പോലും എന്റെ കൈയുള്ള പാത്രത്തിനകത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബറക്കത്തുള്ള പരിശുദ്ധമായ ബിസ്മിയാണുള്ളത്. അദ്ദേഹത്തിന്റെ കൈയുള്ള പാത്രത്തിനുള്ളിൽ ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രം 5 മൂല അല്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുക്കളൊക്കെ നമുക്ക് അസ്മാഇന്റെ ഭാഗമായി നറുക്കെഴുതി തരുമ്പോൾ ഒരു 5 മൂല നക്ഷത്രം നമുക്ക് കാണിച്ച് എഴുതി തരാറുണ്ടെങ്കിൽ ഇതിൽ 6 മൂലയാണ്. 6 മൂലയുള്ള ഒരു സ്റ്റാർ നിങ്ങൾക്ക് കാണാൻ, അപ്പോഴേ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇന്ത്യ രാജ്യത്തിന്റെ സാംസ്കാരിക മേഖലയെ തകർത്ത് മതേതര സ്വഭാവത്തെ തകർത്തു കളയാൻ വേണ്ടി ഇവിടെ ഒരുത്തിന് പ്രധാനമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരാൻ ജൂതന്മാർ അജണ്ട തയ്യാറാക്കി കഴിഞ്ഞു. ആദ്യം ഈ മനുഷ്യനെ നമുക്ക് പ്രതിപക്ഷ നേതാവായി രാജ്യത്തിന്റെ പ്രതിപക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാം. ഒരു 2 കൊല്ലമ്പോൾ നമുക്ക് പാർലത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നമുക്ക് ഇവിടെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ജൂതൻ അജണ്ടയുണ്ട്. അത് നരേന്ദ്രമോദിയാണെങ്കിൽ 5 കോടി രൂപ നരേന്ദ്രമോദിയിൽ കൈപ്പറ്റിയത് ഏക പണ്ഡിതൻ AP അബൂബക്കർ മൗലവിയാണ്. നരേന്ദ്രമോദിയെ പ്രസിദ്ധന്മാരെയും അവർ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നവരായിരുന്നു. ഭൂരിപക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഭിന്നത ഉണ്ടായാൽ ഈ നാട്ടിൽ 100 ആൾ ജനറൽ ബോഡി മെമ്പർമാരാണെങ്കിൽ 51 ആളുകൾ ഒരു ഭാഗത്തു നിന്നാൽ അവർക്ക് ഭരിക്കാം ഈ നാട്. അതേ സമയത്ത് ഇവിടെ വേണമെങ്കിൽ 36 ആളുകളെ വെച്ചുകൊണ്ട് ഒരു ടീമിന് ഭരിക്കാം. ഭിന്നിപ്പിച്ചാൽ മതി. അങ്ങനെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ന്യൂനപക്ഷത്തെ തന്റെ കയ്യിലാക്കി അതിലേക്ക് ചെറിയ ചെറിയ സംഘങ്ങളെ കൂട്ടി
അവസാനം ബഹുഭൂരിപക്ഷം എന്ന് പറയുന്ന സമൂഹത്തെ മാറ്റി നിർത്തിയിട്ട് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ഭിന്നിപ്പിക്കൽ തന്ത്രമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ എല്ലാ കാലത്തും ചെയ്ത് അതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് പെരുന്നാൾ ഉണ്ടാക്കിയത്? ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? അതുകൊണ്ട് മക്കളെ, ദീനിന്റെ ഇസ്സത്തിന് വേണ്ടി ഈ രാജ്യത്ത് ജീവിക്കുന്ന കാലത്തോളം ഈ രാജ്യത്ത് ഉയർത്തിയ മതസൗഹാർദ്ദം, മതേതര സ്വഭാവം, ഈ സ്നേഹസമ്പന്നമായ ഈ സംസ്കാരം, ഇതൊക്കെ നമുക്ക് നിലനിർത്തണം. അതിനുവേണ്ടി ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക്, ആത്മീയ നേതാക്കൾക്ക്, ഹക്കായ പണ്ഡിതന്മാർക്ക് പിന്തുണ നൽകുമ്പോൾ നാം നൽകൽ മാത്രമല്ല, അള്ളാഹുവിലേക്ക് ഒന്ന് കരങ്ങൾ നിങ്ങൾ ഉയർത്തി ആമീൻ പറയണം. എന്റെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല എങ്കിലും നിങ്ങളെ ആമീൻ അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് എനിക്കറിയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അന്വേഷിക്കണം. എന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്, ഇതിന് സനദുണ്ടെന്നാണ് ചോദിച്ചത്. എന്റെ കയ്യിൽ പാത്രമുണ്ട്, ഇതിന് സനദുണ്ടെന്നുണ്ട്. ഈ പാത്രം എവിടുന്ന് വന്നതാണ് കൃത്യമായ സനദ്. അത് ആരൊക്കെയാണോ പാത്രം സൂക്ഷിച്ച് അവരൊക്കെ സനദ് പറയാൻ തയ്യാറാകുന്ന വേളയിൽ ഈ പാത്രം എനിക്ക് എവിടുന്ന് കിട്ടിയതാ ഞാൻ പറയും. ആ കിട്ടിയ ആളെയും ഞാൻ ഹാജരാക്കാം. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടിയെന്ന് കൃത്യമായി പറയാൻ കഴിയും. എപിയും പറയട്ടെ എവിടുന്ന് കിട്ടിയെന്നുള്ളത്. എന്നിട്ട് ഇതിന്റെയും അതിന്റെയും ഒക്കെ കാലപ്പഴക്കം നമ്മളൊന്ന് പരിശോധിക്കുക. എത്ര കാലത്തേക്കുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. അതൊക്കെ നല്ലതാണ്. അങ്ങനത്തെ സംശയങ്ങളും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വളരെ നല്ലതാണ് എന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഗൗസുൽ ആദമിലേക്ക്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിലേക്ക്, ശംസുൽ ഉലമാ തങ്ങളിലേക്ക് ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യണം. നല്ല